ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ഒരു ചാനലിന് പകരമായി തന്നെ ഞാൻ വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അതിന് കാരണം മറ്റൊന്നുമല്ല, വരാൻ പോകുന്ന എപ്പിസോഡുകളും പിന്നീട് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും ഞാൻ അതിലായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാനൽ മുഴുവനായി മാറ്റി വെച്ചു എന്നല്ല, ഈ ഒരു ചാനലിൽ ഞാൻ എപ്പിസോഡും പ്രൊമോസും ഒക്കെ ഇടുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ മറ്റേ ചാനലായിരിക്കും ഞാൻ വരാൻ പോകുന്ന എപ്പിസോഡുകൾ ഇടുന്നതായിട്ട്. അപ്പോൾ ഇന്നത്തെ പ്രൊമോയുടെ ഡീറ്റെയിലേക്ക് കിടക്കാം. ഇന്നത്തെ പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയുടെ നല്ല രസകരമായിട്ടുള്ള ഭാഗങ്ങളാണല്ലോ നമ്മൾ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ കണ്ടത്. അതിനുശേഷം ഹോട്ടലിലൊക്കെ പോയി നമ്മുടെ രേവതി സച്ചി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രീകാന്തിനോടായിട്ട് വർഷ പറയുന്നത്, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്നാണെങ്കിൽ നീ എന്നെ ഈ ഹാളിന് ചുറ്റും 3 റൗണ്ട് നടക്കണം, അന്നേരം മാത്രമാണ് നിനക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ശ്രീകാന്ത് വർഷയെടുത്ത് ഹോളിലൂടെ നടക്കാനായിട്ട് ആ ഒരു സമയത്താണ് രേവതി സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ രേവതി സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് വലിയ സ്നേഹമൊന്നും ഇല്ലാന്ന് എനിക്കറിയാമല്ലേ, പിന്നെ നിങ്ങൾ ഇതുപോലെ എന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുകയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, സ്നേഹമില്ലാഞ്ഞിട്ടാണ് നിന്നെയും എടുത്തുകൊണ്ട് ഞാൻ അമ്പലത്തിൻ്റെ പടികൾ കയറിയത്, അത് നിനക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. കൂടുതൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ സ്നേഹം ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിനെ ഇതേ രീതിയിൽ തന്നെ കയ്യിലെടുത്തുകൊണ്ട് ഹാളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഒരു സമയത്ത് ശ്രുതിയുടെ നോട്ടം കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് കാര്യം മനസ്സിലാവും. ശ്രുതി വേഗം പറയുന്നുണ്ട്, നോട്ടത്തിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി, നിന്നെയും എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കണമെന്നായിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി അത് സമ്മതിക്കുകയാണ്. അങ്ങനെ ശ്രുതിയെയും എടുത്തുകൊണ്ട് തന്നെ ഹാളിലൂടെ നടക്കണം. അങ്ങനെ 3 മക്കളും മരുമക്കളെ കയ്യിലെടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്രയും രവിയും അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. വന്ന് കയറി ഉടനെ തന്നെ ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് 2 പേര് ശബ്ദരായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും വന്ന് നിൽക്കുന്ന കാഴ്ച കാണുമ്പോഴത്തേക്കും 3 പേരും കൂടെ നിന്നോട് തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ രസകരമായിട്ടൊരു ഭാഗത്തോടുകൂടി തന്നെയാണ് ആ ഒരു എപ്പിസോഡ് പോകുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് കാത്തിരിക്കുന്ന ഭാഗങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.